സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഇന്ധനം പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? തീർച്ചയായും അതിന്റെ എഞ്ചിൻ നിലയ്ക്കുകയും വാഹനം അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. എന്നാൽ 41,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ഇന്ധനം പൂർണ്ണമായും തീർന്നു പോവുകയും അതിന്റെ 2 എഞ്ചിനുകളും നിലച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നോക്കാം. 1983 ജൂലൈ 23 മെയിൻ്റനൻസിനും ചെക്കപ്പിനും ഫ്യൂവൽ ഫില്ലിങ്ങിനും ശേഷം പുതിയൊരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് ഒരുങ്ങി നിൽക്കുകയാണ് എയർ കാനഡ ഫ്ലൈറ്റ് 143. ആളുകളെല്ലാം കയറിയതിനു ശേഷം ആ വിമാനം പതിയെ മോൺട്രിയലിന്റെ ആകാശത്തേക്ക് പറന്നു പൊങ്ങി ഹെഡ് മൗണ്ടൻസിലേക്കായിരുന്നു യാത്ര. ശാന്തമായ ടേക്ക് ഓഫിന് ശേഷം ഏകദേശം 41,000 അടി ഉയരത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് വെച്ചുകൊണ്ട് കോക്പിറ്റിൽ നിന്നും ഒരു പ്രത്യേകതരം വാണിംഗ് സിഗ്നൽ മുഴങ്ങി കേൾക്കാൻ ആരംഭിച്ചു. പൈലറ്റ് അത് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ ഇടതുഭാഗത്തുള്ള എഞ്ചിന്റെ ഫ്യൂവൽ വേരിയേഷൻ കാരണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് സിഗ്നൽ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അല്പനേരത്തിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് സിഗ്നൽ കേൾക്കാൻ ആരംഭിച്ചു. എന്നാൽ ഇപ്രാവശ്യം വലതുഭാഗത്തുള്ള എഞ്ചിന്റെ ഫ്യൂവൽ വേരിയേഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു വാണിംഗ് മെസ്സേജ് വന്നതെന്ന് പൈലറ്റിന് മനസ്സിലായി. പെട്ടെന്നായിരുന്നു അടുത്തൊരു വാണിംഗ് സിഗ്നൽ കോക്പിറ്റിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ ഇടതുഭാഗത്തെ എഞ്ചിൻ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്നതായിരുന്നു ഇത് സൂചിപ്പിച്ചത്. ഈ ഒരു അവസരത്തിൽ ഇനി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ലെന്ന് പൈലറ്റിന് ഉറപ്പായി. എത്രയും പെട്ടെന്ന് അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് വിമാനം ലാൻഡ് ചെയ്താലേ ഇനി തങ്ങൾക്ക് രക്ഷയുള്ളൂ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വിമാനത്തിന്റെ വലതുഭാഗത്തുള്ള എഞ്ചിനും നിലച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്കകം വിമാനം താഴേക്ക് കൂപ്പുകുത്താൻ ആരംഭിച്ചു. ഇതിനെക്കുറിച്ച് വിശദമായി ചെക്ക് ചെയ്തപ്പോഴാണ് പൈലറ്റ് ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കുന്നത്. വിമാനത്തിന്റെ ഇന്ധനം പൂർണ്ണമായും തീർന്നിരിക്കുന്നു. എന്നാൽ ടേക്ക് ഓഫിന് മുൻപ് വിമാനത്തിൽ ഫ്യൂവൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എയർ കാനഡ ഫ്ലൈറ്റ് 143 എന്ന ഈ ഒരു വിമാനം ബോയിങ് 767 വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതിനു മുൻപുള്ള വിമാനങ്ങളിൽ ബാർബേറിയൻ ഇമ്പീരിയൽ എന്ന യൂണിംഗ് സിസ്റ്റത്തിലായിരുന്നു ഫ്യൂവൽ ഫിൽ ചെയ്തിരുന്നത്. എന്നാൽ ബോയിങ് 767 വിമാനങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഗ്ലോറിയസ് മെട്രിക് എന്ന യൂണിംഗ് സിസ്റ്റത്തിലായിരുന്നു ഫ്യൂവൽ ഫിൽ ചെയ്യേണ്ടത്. 23,000 കിലോഗ്രാം ഫ്യൂവൽ ഫിൽ ചെയ്യാനായിരുന്നു അധികൃതർ പറഞ്ഞതെങ്കിലും ബാർബേറിയൻ ഇമ്പീരിയൽ എന്ന യൂണിംഗ് സിസ്റ്റത്തിൽ വേണ്ട പോലെ 23,000 പൗണ്ട് ഫ്യൂവലാണ് ഫിൽ ചെയ്തത്. ഈ ഒരു പിഴവ് എയർ കാനഡ ഫ്ലൈറ്റ് 143 എന്ന വിമാനത്തിലെ യാത്രക്കാരെ വലിയൊരു ആപത്തിലാണ് കൊണ്ടെത്തിച്ചത്. സമയം ഇനി ബാക്കിയില്ല. വിമാനം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങൾ ഓടിച്ച് വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരുന്നു അന്നേ ദിവസം പൈലറ്റായിരുന്ന ബോബ് പിയേഴ്സൺ. അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് എത്രയും പെട്ടെന്ന് വിമാനം താഴ്ത്തിറക്കാനുള്ള ശ്രമം പൈലറ്റ് ആരംഭിച്ചു. പൈലറ്റ് തന്റെ വേഗതയും മറ്റും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് വിമാനം എത്തില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അപ്പോഴാണ് റോയൽ കനേഡിയൻ എയർഫോഴ്സ് എന്ന ഒരു പഴയ മുമ്പ് പ്രവർത്തിച്ചിരുന്ന വിമാനത്താവളത്തെക്കുറിച്ച് പൈലറ്റിന് മനസ്സിലായത്. ഈ വിമാനത്താവളം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഈ വിമാനത്താവളത്തിലേക്ക് സുഗമമായി തന്നെ വിമാനത്തെ ഇറക്കാൻ പൈലറ്റിന് സാധിക്കും. എന്നാൽ ഈ ഒരു വിമാനത്താവളത്തിലേക്ക് വിമാനം താഴ്ത്തിയിറക്കണമെങ്കിൽ ഏകദേശം 400 km/h സ്പീഡിലേക്ക് വിമാനത്തെ കുറച്ചു കൊണ്ടുവരണം. എന്നാൽ പെട്ടെന്ന് വിമാനത്തിന്റെ വേഗത കുറച്ചാൽ വിമാനത്തിലേക്കുള്ള ഇലക്ട്രിസിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടും. എങ്കിലും പൈലറ്റ് ആ ഒരു വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ അവർ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ആ ഒരു വിമാനത്താവളം ഇപ്പോൾ ഒരു റേസ് ട്രാക്കാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെയേറെ ആളുകൾ ആ ഒരു പ്രദേശത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാത്രമല്ല റൺവേയുടെ നടുഭാഗത്തായിട്ട് ഒരു സ്റ്റേജ് കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൽപ്പിച്ച് പൈലറ്റ് വിമാനത്തെ താഴ്ത്തിക്കൊണ്ടിറക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ കൂടി നിന്ന ആളുകൾ നാനാഭാഗത്തേക്കും ചിതറിയോടി. വിമാനത്തിന്റെ മുൻഭാഗത്തെ ലാൻഡിംഗ് ഗിയർ യഥാസ്ഥാനത്ത് ലോക്ക് ആവാത്തതിനാൽ അത് പെട്ടെന്ന് വെച്ചുകൊണ്ട് മടങ്ങുകയും വിമാനത്തിന്റെ മുൻഭാഗം ആ റൺവേയിൽ ഇടിച്ചുകൊണ്ട് നിരങ്ങി മുന്നോട്ട് നീങ്ങി. പ്രശ്നങ്ങൾ ഇവിടെയും തീരുന്നില്ല. റൺവേയുടെ പകുതി ഭാഗം എത്തുമ്പോൾ അവിടെ വലിയൊരു സ്റ്റേജാണ് നിലകൊള്ളുന്നത്. എന്നാൽ വിമാനത്തിന്റെ മുൻഭാഗം റൺവേയിൽ ഉരസി നീങ്ങിയതിനാൽ തന്നെ അത് വിമാനത്തിന്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കുകയും സ്റ്റേജിൽ ഇടിക്കുന്നതിന് മുൻപ് നിൽക്കുകയും ചെയ്തു. അതെ, 41,000 അടി ഉയരത്തിൽ വെച്ച് ഇന്ധനം പൂർണ്ണമായും തീർന്നു പോവുകയും അതിന്റെ 2 എഞ്ചിനുകളും നിലച്ച വിമാനം ഇതാ സേഫായി ലാൻഡ് ചെയ്തിരിക്കുന്നു.